വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയങ്ങളിൽ ഒന്ന്, അതെ, സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രൽ ചർച്ച്. ഞാൻ ഇന്ന് നിൽക്കുന്നത് കർണാടകയിലെ മൈസൂർ സിറ്റിയിലാണ്. മൈസൂരിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ദേവാലയം നിങ്ങൾ കാണാതെ പോകില്ലല്ലോ. ഇന്ത്യയിലെ മൈസൂർ രൂപതയുടെ കത്തീഡ്രലും ഒരു കത്തോലിക്ക പള്ളിയുമാണ് ഇത്. നിയോ ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച ഇത് 1936 മഹാരാജ കൃഷ്ണരാജ വാർഡിയാർ നാലാമൻ്റെ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിൻ്റെ വാസ്തുവിദ്യ. 1843 മഹാരാജ കൃഷ്ണരാജ വാർഡിയാർ മൂന്നാമൻ്റെ ഭരണകാലത്തും ഇതേ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. 1933 ഇപ്പോഴത്തെ പള്ളിയുടെ അടിത്തറ പാകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ലിഖിതം ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. 1926 മഹാരാജ കൃഷ്ണരാജ വാർഡിയാർ നാലാമൻ്റെ സ്വകാര്യ സെക്രട്ടറിയായിരുന്ന ടി തുമ്പുചെട്ടി ഈസ്റ്റ് ഇന്ത്യസിൻ്റെ അപ്പോസ്തോലിക പ്രതിനിധിയായി പീറ്റർ പിസാനിയയിൽ നിന്ന് വിശുദ്ധൻ്റെ ഒരു ശേഷിപ്പ് വാങ്ങി. ഈ തിരുശേഷിപ്പ് ഫാദർ കോച്ചന് കൈമാറി. അദ്ദേഹം വിശുദ്ധ ഫിലോമിനയുടെ ബഹുമാനാർത്ഥം ഒരു പള്ളി പണിയാൻ മഹാരാജാവിനെ സമീപിച്ചു. 1933 ഒക്ടോബർ 28 മഹാരാജാവ് പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി. ഒരുപക്ഷെ നിങ്ങൾ മൈസൂർ പാലസ് സന്ദർശിച്ചിട്ടുണ്ടോ? എങ്കിൽ അവിടെ ഒരു ചുമർ ചിത്രത്തിൽ ഈ ദേവാലയത്തിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. ഉദ്ഘാടന ദിവസം നടത്തിയ മഹാരാജാവിൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: പുതിയ പള്ളി ശക്തമായും സുരക്ഷിതമായും ഇരട്ട അടിത്തറയാൽ നിർമ്മിക്കപ്പെടും. ദൈവിക കാരുണ്യവും മനുഷ്യരുടെ ആവേശകരമായ കൃതജ്ഞതയും ബിഷപ്പ് റെന ഹ്യൂഗയുടെ മേൽനോട്ടത്തിൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി. വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് പ്രധാന അൾത്താരയ്ക്ക് താഴെയുള്ള ഒരു കാറ്റകൊമ്പയിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രാദേശിക സംസ്കാരത്തിൻ്റെയും മിശ്രിതത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ഈ ദേവാലയം. ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് ഈ ദേവാലയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൊളോൺ കത്തീഡ്രലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിയോ ഗോത്തിക് ശൈലിയിൽ നിർമ്മിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കത്തീഡ്രൽ സെൻറ്റ് ഫിലോമിനയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ക്രിപ്റ്റ് ഉണ്ട്. പള്ളിയുടെ ഇരട്ട ഗോപുരങ്ങൾക്ക് ഏകദേശം 180 അടി ഉയരമുണ്ടാവും. അവ കൊളോൺ കത്തീഡ്രൽ ഗോപുരങ്ങളെയും ന്യൂയോർക്ക് നഗരത്തിലെ സെൻറ്റ് പാട്രിക്സ് പള്ളിയുടെ ഗോപുരങ്ങളെ പോലെയാണ്. ഏകദേശം ഒരു 900-1000 പേർക്ക് ഈ പ്രധാന ഹാളിൽ ഇരിക്കാൻ കഴിയും. കൂടാതെ ക്രിസ്തുവിൻ്റെ ജനനവും അന്ത്യ അത്താഴവും കുരിശുമരണവും പുനരുദ്ധാനവും ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണം എന്നിവയിൽ നിന്നുള്ള രംഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചതായിട്ട് ഇവിടെ ക്ലാസ്സിൽ കാണുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ ദേവാലയമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇത് മൈസൂർ സിറ്റിക്ക് ഉള്ളിൽ തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഒട്ടുമിക്ക ആളുകളും ഈ ദേവാലയം ദിവസേന സന്ദർശിക്കാൻ വരുന്നുണ്ട്. ചില വിശേഷ ദിവസങ്ങളിൽ ഇവിടെ തീർത്ഥാടകരുടെ തിരക്കാണ്. അങ്ങനെയാണ് ഞങ്ങളും ഒരു വിശേഷ ദിവസത്തിൽ ഇവിടെ എത്തിയത്. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ വിശ്വാസികൾ എത്താറുണ്ട്. ഇവിടെ ಬೆಂಕಿಯ ಬೆಳಕಿನಲ್ಲಿ ಕುಳಿತಿದ್ದ ಆತನನ್ನ ದಾಸ್ಯಗಳು ದೃಷ್ಟಿಸಿ ನೋಡಿ ಇವನು ಕೂಡ ಹೇಳಿದರು. ಹಲವಾರು ವಿಧದಲ್ಲಿ ಅವರನ್ನ ದೋಷಿ ನಿಂದಿಸಿದರು. ಅಷ್ಟರಲ್ಲಿ ಬೆಳಗಾಯಿತು. ಪ್ರಜಾಪ್ರಮುಖರು, ಮುಖ್ಯ ಯಾಜಕರು, ಧರ್ಮಶಾಸ್ತ್ರಿಗಳು ಸಭೆ ಸೇರಿದ್ದರು. ಯೇಸುವನ್ನ ತಂದು ನ್ಯಾಯಸಭೆಯ ಮುಂದೆ ನಿಲ್ಲಿಸಿದರು. ನೀನು ಅಭಿಷಿಕ್ತನಾದ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.